ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ മക്കളെ വിശേഷം? സുഖല്ലേ? അപ്പം നമ്മളിന്ന് ചായ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. ഒന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബാഗ് കാണാതായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് ഇടിയപ്പം ചിക്കൻ കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കഴിച്ച പൊന്നു മക്കളെ. അപ്പോൾ ഇത് പുറത്ത് പോവണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഓഫീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഹോം നഴ്സായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, പോവേണ്ടി വരും. നമ്മളെ പഴയ ജോലി തന്നെ അറ്റൻഡ് ചെയ്യണം. നമ്മളെ രോഗികളൊക്കെ നോക്കണ്ടേ? നമ്മളെ പഴയ ജോലി കളയാൻ പറ്റില്ലല്ലോ. നമ്മളെ ഒരു അന്നല്ലായിരുന്നോ ഒരു വരുമാന മാർഗം ഉണ്ടായിരുന്നത്. അപ്പോൾ രോഗികളായിട്ട് നമ്മളങ്ങനെ ഇണങ്ങിയിട്ടും അങ്ങനെയൊക്കെ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരിക്കും അവരെ കൂടെ പിന്നെ സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ. ഭയങ്കരമായിട്ടുള്ള നേരം പോകുന്നറിയില്ല. ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ പരിപാലിക്കുന്ന പോലെ തന്നെ അവർ ഉമ്മമാരെ പ്രായം ചെന്ന ഉമ്മമാരെ കേട്ടോ നോക്കണം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരോട് സംസാരിക്കാനോ അവർ കൂട്ടുകൂടാനോ ഭയങ്കര ആഗ്രഹം. പുറത്ത് പോയിരിക്കാനോ ഒക്കെ ഭയങ്കര ആഗ്രഹത്തിലിരിക്കുകയാണ്. അപ്പോൾ വീൽ ചെയറിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെ പ്രകൃതികളൊക്കെ കാണിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ടെൻഷനൊക്കെ ഒന്ന് മാറും. റൂമിൻ്റെ ഉള്ളിൽ അടച്ചിടാതെ തന്നെ അങ്ങനെയാണ് പരിപാലിച്ചൽ. അപ്പോൾ നമ്മൾ ഭക്ഷണം ഒന്ന് കഴിച്ചാലോ? എപ്പോഴും മുഖം കാട്ടി വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാചകം ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഒരാളെടുക്കുകയാണെങ്കിൽ തിരക്കുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടും ഗ്യാസുമ്പോൾ മഴ എടുക്കുമ്പോൾ തന്നെ മൊബൈലാണ് കൊണ്ടു വെക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. ഗ്യാസിന് എന്തെങ്കിലും ഗ്യാസുമേൽ വീണാലോ എന്നൊക്കെ പേടിയായിരുന്നു, ടെൻഷൻ ഉണ്ടാവും. നല്ല കുറേ പച്ചക്കറി മേടിച്ചു. 20 റുപ്യക്ക് കേട്ടോ ഒരു കിറ്റ്. തക്കാളി, പിന്നെ പൊട്ടറ്റോ, സവാള 1.5 കിലോ 50. മെല്ലെ മെല്ലെ തുറക്കും. അതെടുക്കമ്മ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പഞ്ചായത്തേര് വരുന്നുണ്ടല്ലോ ആ വേസ്റ്റ് കൊണ്ടുപോകാൻ. അതിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടാ. എങ്ങനെയുണ്ട് ടോപ്പ് ചുരിദാറൊക്കെ? ഉണ്ടോ? അപ്പം മക്കളെ ചായയോടെ കഴിഞ്ഞ് ഞങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. മുഖത്ത് കുരുവൊക്കെ പൊന്തിയിട്ടുണ്ടായിരുന്നു. മുഖത്തിൽ എന്താണാവ കുരു വെള്ളം പൊന്തിക്കണതാ. എണ്ണമയുള്ള എന്തെങ്കിലും കഴിച്ചാൽ മുഖത്ത് എണ്ണ വീണ് കഴിഞ്ഞാലൊക്കെ ഉണ്ടാവും. മുഖത്ത് ഭയങ്കര ചൂട് കൊണ്ടായിരിക്കും. ഒരു പാലുണ്ണി പോലത്തെ ഒന്നുണ്ടാവും തന്നെ. ഇതുവരെ ഒന്നും മുഖത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. നമ്മളൊക്കെ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനിലാണ്. നമ്മൾ ഒരാളെ കളിയാക്കാനോ അതിനോ നമ്മളെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കോമാളി വേഷം കെട്ടിയിട്ട് റീച്ച് ഉണ്ടാക്കുകയാണെന്ന്. അത് ഞാൻ കമൻറ്റിൽ വായിച്ച കാര്യങ്ങളാണ്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നേരെ മാത്രം ചിന്തയുള്ള ഒരാളാണ് ഞാനും. അപ്പം നിങ്ങൾ എൻ്റെ കോമാളിത്തരം മാത്രമേ ഉള്ളൂ
കാണുന്നതുള്ളൂ. പക്ഷേ എൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഒരു പെണ്ണും ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഉള്ളിൽ സങ്കടവും പുറത്ത് പുഞ്ചിരിയുമായി നടക്കുന്ന ഈ സെലിയോ കിച്ചനെ നിങ്ങൾ കാണുന്നത്. പക്ഷെ ചിരിക്കണവും വിഷമവും ഇല്ല എന്നാണ് ഞങ്ങളുടെ വിചാരം. നിങ്ങൾ പറയുന്നുണ്ടാണ് ഭർത്താവിന് വയ്യായിട്ട് പോലും അടിച്ച് പൊളിച്ച് നടക്കുകയാണ്. പടച്ചോനാണ് സത്യം. പടച്ചോനെ മുന്നിൽ നമ്മൾ എപ്പോഴും എങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല മക്കളെ. ഒന്ന് ഉഷാറായി നടക്കണം. അതൊക്കെ പടച്ചോന് വിട്ടുകൊടുക്കാം. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഓരോരുത്തർ കളിയാക്കണം പരിഹസിക്കുന്നു ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു പെണ്ണും ഈ കാലഘട്ടത്തിൽ അനുഭവിക്കാത്ത ദുരിതത്തിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. ആ ഒരു സന്ദർഭത്തിൽ അതിന് അസുഖം വന്നു. എൻ്റെ ജീവിതം എല്ലാതും താറുമാറായിട്ടിരിക്കുകയാണ്. എൻ്റെ ലൈഫ് തന്നെ എനിക്ക് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. അസുഖം വന്ന ക്യാൻസറുള്ള ഒരു ഭർത്താവ്, വയ്യാത്തൊരു വല്യമ്മ, ഞാൻ എവിടേക്കും ജോലിയില്ലാത്തൊരു ആയിട്ടിങ്ങനെ പ്രതിസന്ധിയിലും ഘട്ടത്തിലിങ്ങനെ പോകുമ്പോഴാണ് അത് ആ കല്യാണത്തിന് മുന്നേ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. പക്ഷേ 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഒരു കാര്യം ഭർത്താവ് പറയണത് ഭാര്യ കേൾക്കണമല്ലോ. ഇനി യൂട്യൂബ് ചാനലൊന്നും കൊണ്ടുപോകണ്ട, ഞാൻ നിന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഇനി യൂട്യൂബ് ചാനലിൽ ഓമനൈസ് ജോലിക്കും പോകാൻ അയക്കൂല. കല്യാണം കഴിഞ്ഞിട്ട് നല്ല സന്തോഷത്തിൽ ജീവിച്ചവരാണ് ഞങ്ങൾ. പിന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞൊരു ഒരു ഇതിൽ വന്ന ആളാണത്. കല്യാണം ആലോചിച്ചിട്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിവുള്ളിടത്തോടെ തന്നെയാണ് അവരെ കൂട്ടുകാരൻ കൊടുത്തത് തന്നെയാണ്. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് തന്നെയാണ്. അത് എനിക്കറിയില്ല കേട്ടോ. ഒടുവിൽ അവസാനം അത് പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ തന്നതാണ്. ഞാനിങ്ങനെ ഓംനൈസ് ജോലിക്കൊക്കെ പോകും. പിന്നെ എല്ലാവരും ബ്ലോക്കർമാരോടൊക്കെ കല്യാണ വിഷയമൊക്കെ പറയാറൊക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും കൊടുത്തതാണെന്ന് വിചാരിച്ചത്. എല്ലാ കാര്യങ്ങളും വാപ്പയില്ല ഇമ്മയില്ല അതെല്ലാതും അറിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ കല്യാണം ആലോചിച്ചിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അമ്മ മരിച്ചതും ആരുമില്ല, ആങ്ങളാരുമില്ല, അമ്മമാരും ഒക്കെ ഉള്ളോ നോക്കി വളർത്തിയതാ വല്യമ്മല്ലോ എന്നൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒരു 6 മാസം അതോ വീട്ടിലേക്ക് വരലാണ്. അവർ ഹോട്ടൽ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് സ്വന്തം ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിരിക്കുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് അങ്ങനെ 8 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെ 6 മാസം ശരിക്കും പോലെ ഡെയിലി ആയിട്ട് ഞങ്ങളെ കൂടെ നിന്നിട്ടില്ല. 6 മാസമൊക്കെ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോയി. അപ്പത്തിന് പല്ല് കുത്തിയിട്ട് സ്റ്റിക്ക് പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് പഴുത്ത് അത് ചെറിയ ഷുഗർ ഉണ്ടായിരുന്നു മൂപ്പരെല്ലാതും. പിന്നെ എല്ലാ ജോലിയും അറിയും കേട്ടോ. കരണ്ടിൻ്റെ പണി അറിയാൻ പറ്റും. അതുപോലെ പിന്നെ പാചകം നല്ല പോലെ പണ്ടാരി ആയിരുന്നു. പല പണി ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല സന്തോഷമായിട്ടുള്ള ജീവിതം അങ്ങനെ സൈക്കിളിൻ്റെ ഇടയിലാണ് ഈ ക്യാൻസർ വന്നുപെട്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അസുഖമാണ് ഈ ക്യാൻസർ. അത് നമ്മൾ പോലും നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ റിയാക്ഷൻ പോലും അറിയില്ല. ഇങ്ങനൊരു അസുഖം അസ്വസ്ഥത ഒന്നും അതിൻ്റെ ഉള്ളിൽ കണ്ടിരുന്നില്ല. മൂപ്പരാളും പിന്നെ എപ്പോഴും നല്ലൊരു സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ആൾ. എല്ലാ കാര്യങ്ങളും എല്ലാതും നല്ല പഠിപ്പും വിവരവും കാര്യങ്ങളും. ഇന്ന് ഞാൻ അത്ര പഠിച്ചിട്ടില്ല. മദ്രസ 10 സ്കൂളും 10 പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മദ്രസ 5 വരെ പോയിട്ടുള്ളൂ. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എൻ്റെ പഠിപ്പ് ഇങ്ങനെ ആയത്. ഞാൻ അപ്പോൾ 10 മുഴുവിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയിട്ടില്ല. തുല്യത പരീക്ഷയ്ക്ക് പിന്നെ പോയില്ല. ഓഫീസിന് ഓംനൈസായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ ഒരു ഇതിലങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഹോം കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ എല്ലാവരും പ്രസവ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നൊരു ഇതായിട്ട് അവിടെ നിന്ന് എല്ലാ രക്ഷയും. അപ്പോൾ ഞങ്ങളെ ഓംനൈസ് ഓഫീസിൽ ജോലി കുറഞ്ഞു വന്നു. അപ്പോൾ നമുക്ക് ആ ജോലി ഇല്ലാത്തൊരു ഇതായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ആദ്യമൊക്കെ പിന്നെ വീട്ടിൻ്റെ അടുത്ത് സ്കൂളില്ലാത്ത സമയത്തൊക്കെ വീട്ടിൻ്റെ അടുത്ത അയൽവാസികളോടൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിച്ചിങ്ങനെ പോകുമായിരുന്നു. അപ്പത്തിനുണ്ട് അങ്ങനെ എന്നെ നല്ലോണം എൻ്റെ 40 എൻ്റെ അപ്പ മരിച്ച് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ
കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ എന്നെ വളർത്തി. ഇപ്പം എൻ്റെ 40 മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത് അധികം ദണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുളത്തൊരു ഇല്ലിക്കോട് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ സൈക്കിള് വീണ് മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കറിയുള്ളൂ. ഞാൻ 40 എനിക്ക് പണ്ടം കൊള്ളാൻ പോയപ്പോഴാണ് കേട്ടോ. പിന്നെ അത് മരിച്ചു. പിന്നെ അത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കി എല്ലാവരും കൂടെ വളർത്തി, നാട്ടുകാരും വീട്ടുകാരൊക്കെ പാടെ പരിപാലിച്ച് ഈ നിലയിലെത്തിയതാണെന്ന് പറഞ്ഞു വരിക ഞാനും. വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം, 40 വയസ്സായപ്പത്തിന് ഉമ്മയും പോയി, ചെറുപ്പത്തിൽ വാപ്പിയും പോയി. അങ്ങനെ അമ്മമാരെ തണലിൽ ജീവിച്ചു, അമ്മമാരെ കല്യാണം കഴിച്ചു. അവർക്ക് കുട്ടികളും പ്രാരാബ്ധമായപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ 9 വരെ പഠിച്ചു. അപ്പത്തിനല്ലേ എല്ലാവർക്കും കൂടെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, അടുക്കളയ്ക്ക് പോകാനുള്ളതെന്ന് പറയണ്ട, പഠിച്ചു ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ 7ാം ക്ലാസ്സിൽ നിന്ന് വരെ വരലുടത്തിയതായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും പക്വതല്ല. എത്തിയും കുട്ടികളെ 21 കഴിഞ്ഞിട്ടാണ് കെട്ടി. പിന്നെ മുന്നറിങ്ങാൻ ആളുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ സിറ്റുവേഷനായിട്ട് കല്യാണം ഇപ്പോൾ വഴുകി. ഒരു 10-30 വയസ്സായപ്പോഴാണ് കല്യാണം ഞാൻ കഴിച്ചത് കേട്ടോ. ഇപ്പോൾ 36 വയസ്സായി ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സത്യാവസ്ഥയിൽ കൂടെ അങ്ങനെ പോവുകയാണ്. ഈ സെലിബ്രിറ്റി കിച്ചൺ ആരെ പറ്റിക്കാനും അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ട്. നല്ല ചേലിക്ക് നല്ല ഒരു അന്തസ്സിൽ ജീവിക്കാനും വരുമാനം കല്ലില്ലാതെ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. ഹോം നേഴ്സൊക്കെയും കട്ടായ സ്ഥിതിക്ക് പിടിച്ചു നിൽക്കണമല്ലോ. അപ്പോൾ വീണ്ടും മൂപ്പരോട് ചോദിച്ചു, ആ യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ. മൂപ്പരെ കാല് പിടിച്ചിട്ട്, അപ്പം എന്നാൽ നീ എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ സെല്ലോ എന്ന് പറഞ്ഞിട്ട്, എന്നാൽ നീ തുടങ്ങിക്കോ, അതിലെന്തെങ്കിലും എനിക്കൊരു മെച്ചം കിട്ടട്ടെ എന്ന് കരുതിയിട്ടല്ല പറയണത്. അത് വിചാരിച്ച് മൂപ്പര് എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ആളാണ്. ഒന്നിനും ഒരു എതിര് പറയാറില്ല. എവിടേക്കും പോവാൻ അയക്കൂട്ടോ. അപ്പം അങ്ങനെ നമ്മളെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തറച്ചിടുന്ന ഒരു ഭർത്താവല്ല എൻ്റേതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ അത് എൻ്റെ കൂടെ ഉണ്ടായപ്പോൾ ഞങ്ങളെ നല്ല പോണം നോക്കിയിരുന്നു. എല്ലാ കാര്യങ്ങളും കറണ്ട് ബില്ലും വെള്ളം ബില്ലും എന്ന് പറഞ്ഞാൽ മാതിരി എല്ലാതും നോക്കിയിട്ട് ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും പച്ചക്കറിയൊക്കെ കൊടുക്കണം. കുറേ കൊണ്ടുവരും എന്നിട്ട് അമ്മമാർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പച്ചക്കറി അന്ന് ഇവിടെ ഫ്രിഡ്ജില്ലല്ലോ, അങ്ങനെ കൊടുത്തു. കുറച്ച് കൊണ്ടുവരണം അതിന് ഇഷ്ടമല്ല. മഞ്ച് പറഞ്ഞാൽ ഒരു പെട്ടി മഞ്ച് കൊണ്ടുവരും. അത് തിന്ന ശരിയായെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാശ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്? അത് തിന്നാൻ നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്, പിന്നെ ആർക്കാണ് കൊടുക്കാനുള്ളതെന്നും പറഞ്ഞിട്ട് ഒന്നായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ അറിയുന്നില്ല. ഇപ്പം ഞാനിതെല്ലാം ബാധ്യതകളും അതിന് അസുഖമായപ്പോൾ എല്ലാ ബാധ്യതകളും ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. അങ്ങനെ ഒരു പിസ്കത്തര അതിൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ഒക്കെ ഭയങ്കര സ്നേഹത്തോടെയാണ്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ആ കല്യാണം ഒന്ന് ഒഴിവാക്കിക്കളാന്നൊക്കെ പറയാം എന്നോട് കേട്ടോ. പക്ഷേ സ്നേഹമില്ലാത്തൊരു ഭർത്താവാണെങ്കിൽ നമ്മളെന്നോ ഒഴിവാക്കിയിട്ട് പോയേനെ. അപ്പം നമ്മളെ കൂടെ നിൽക്കണം, നിൻ്റെത് മാറുമോ നോക്കട്ടെ, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യും, വേറെ കല്യാണമൊന്നും കഴിക്കല്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ഭാര്യ എനിക്ക് കിട്ടൂല, എനിക്ക് ആരുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഞാനിപ്പോൾ അത് മാറട്ടെ എന്നുള്ളതില്ല. അപ്പോൾ കുറേ ഭേദമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ദണ്ണം പൊടിച്ചിട്ട് ഭർത്താവിനെ ഒഴിവാക്കലല്ല ചെയ്യേണ്ടത്. ഭർത്താവിൻ്റെ കൂടെ നിന്ന് പരിചരിച്ച് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പം എന്താ പൊതുസമൂഹത്തിൽ നടക്കുന്നത്? ഒരാൾക്ക് കാലോ കയ്യോ വേദന ആയി കഴിഞ്ഞാൽ അവരെ ഡിവോഴ്സ് ചെയ്യലല്ല ഒരാൾ ചെയ്യേണ്ടത്. അവരെ കൂടെ നിന്ന് പരിചരിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ച് കയറ്റാണ് വേണ്ടത്. ഇതെന്താ ഇവിടെ ചെയ്യുന്നത്? എന്നോട് ഇങ്ങനെ പറയാം, അതിനെ ഒഴിവാക്കിക്കളാം. പക്ഷേ അങ്ങനെ എനിക്ക് പടച്ചോൻ പൊറുക്കുമോ? അതിന് ഒഴിവാക്കാൻ തീരെ താല്പര്യമില്ല. ഞാൻ ഒഴിവാക്കി ഇട്ടിച്ച് പോവില്ല. നീ ഇട്ടച്ച് പോയാലും പോരും. നിന്നെ ഇട്ടച്ച് പോകാനല്ല ഞാൻ കല്യാണം കഴിച്ചിക്കട്, മരണം വരെ കൂടെ നിർത്താനാണ് കല്യാണം കഴിച്ചിക്കട്. ഇന്ന് കെട്ടിയിട്ട് നാളെ ഒഴിവാക്കണ സ്വഭാവം ഞാൻ പഠിച്ചിട്ടില്ല. അതാ മൂപ്പര് പറഞ്ഞത്. അപ്പം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയാണ്, അയാൾക്ക് വയ്യെങ്കിൽ അതിന് അയാളെ ഒഴിവാക്കിക്കൂടെ? അത് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. പടച്ചോ കൂട്ടിത്തന്നൊരു ബന്ധത്തിനെ വേർപിരിക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ബന്ധം പിന്നെ കിട്ടാൻ നമ്മൾ കരയേക്കണ്ട. ഇപ്പോൾ പൊതുവെ സമൂഹത്തിൽ ഇപ്പോൾ പെണ്ണ് കിട്ടാനില്ലാതായിരിക്കണോ, ആളുകൾക്ക് പെണ്ണിനെ കിട്ടാതെ ആയിരിക്കണം. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ്
അപ്പോൾ അതിന് കുറേ അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു ഇച്ച് വേറെ കെട്ടിക്കോ ഇച്ച് 100 വട്ടം പൊരുത്താണ്. അങ്ങനെയാണ് ഇപ്പോൾ ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം. പിന്നെ അതിന് ആൾക്കാർ പരിഹസിക്കുകയാണ് എന്നെ. അപ്പോൾ ആ കല്യാണം ഡോക്ടർ വേണം, ഡീസൻറ്റ് വേണം, അത് എൻ്റെ ഒരു അവകാശമാണ്. അതാർക്കായാലും ഒരാളെ പാർട്ണറായിട്ട് കിട്ടണമെങ്കിൽ ഓരോ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനിപ്പോൾ ഒരാളെ കളിയാക്കിയിട്ട് ഇങ്ങനെ പറയാം ഡോക്ടർ എവിടെ, ഡോക്ടർ കെട്ടിയില്ലേ, ഡോക്ടർ തന്നെ ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടോർച്ചറിങ് ഒക്കെ നടക്കുകയാണ്. പക്ഷേ ഞാനിത് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണിത്. പക്ഷേ ഞാൻ കളിയാക്കാനൊന്നുമല്ല ഈ പറഞ്ഞത്. ഒരാളെ കളിയാക്കിയിട്ടും പറ്റിച്ചിട്ടും എനിക്കൊന്നും നേടാനില്ല. ഞാൻ ഇതിൻ്റെ സത്യസന്ധമായ കാര്യമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതുള്ളൂ. എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു, എനിക്കെന്തങ്ങനെ ആഗ്രഹിച്ചൂടെ? അതിനിപ്പോൾ നിങ്ങളിങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അപ്പം അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു അത് മാറുന്നുണ്ട്, അത് മാറ്റിത്തരാറ് ഡോക്ടർ പറഞ്ഞു പഴയ രീതിയിൽ തന്നെ ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വേറെ കല്യാണങ്ങൾ നോക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇനി കല്യാണത്തിൻ്റെ വിഷയം ഇനി ആരും എന്നോട് സംസാരിക്കരുത്, അത് പറഞ്ഞിട്ട് കമൻറ്റ് ഇടണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ പറഞ്ഞ് വളരെ വിഷമത്തോടെ തന്നെ പറഞ്ഞത്. അത് പറഞ്ഞിട്ടാണ് വേറെ കല്യാണം കഴിച്ച 100 വട്ടം പൊരുത്താണെന്ന് പറഞ്ഞു. പിന്നെ ഒടുവിൽ അത് പറഞ്ഞു, മാറ്റി പറഞ്ഞു അതിൻ്റെതൊക്കെ മാറും, പിന്നെ വേറെ കല്യാണം ഒന്നും കഴിക്കണ്ട, നമുക്ക് തന്നെ ഒരുമിച്ച് ജീവിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതല്ല നല്ലത്. വേറെ കല്യാണം കഴിച്ച പിന്നെയുള്ള സ്നേഹമുള്ളത് പിന്നെ കിട്ടിക്കോളന്നില്ല. അപ്പോൾ ഉള്ള സ്നേഹം വലിച്ചെറിഞ്ഞിട്ട് മറ്റുള്ളവരത് അപ്പോൾ അയാളെ കണ്ണീര് അയാളിനി ഒഴിവാക്കൂല, പിന്നെ ഞാനും ആണെങ്കിൽ ഒഴിവാക്കണം അയാളിപ്പോഴും പറയണത്. അപ്പോൾ അയാൾക്ക് അത്രയ്ക്ക് ഇന്നെ ഒഴിവാക്കി പോകാനല്ല കെട്ടിക്കിടുന്നതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാനും വേണം പുണ്യം ചെയ്യുക. ഒരു അല്ലന് കല്ലില്ലാതെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്നതാണ്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് എല്ലാതും അറിയേണ്ടി വന്നത്. ആ കിട്ടിയിടത്തോളം കിട്ടി, അത്ര തന്നെ ഉള്ളൂ. പിന്നെ വല്യമ്മ തൊഴിലുറപ്പിനൊക്കെ പോയി. ഇപ്പം വല്യമ്മക്ക് അതിനൊന്നും കഴിയില്ല. വല്യമ്മയുടെ ഷോൾഡറിൻ്റെ പാട പൊട്ടിയ കാരണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കെന്തിനാപ്പോൾ ഒരാളെ കളിയാക്കി പറ്റിച്ചിട്ട് പൈസ മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സത്യസന്ധമായ കാര്യങ്ങൾ ഉള്ളതുപോലെ ജീവിക്കുക, കല്ലില്ലാതെ ആരെ മുന്നിലും തല കുനിക്കാതെ. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് സ്വന്തം കാലിൽ നിൽക്കാനാണ്. എന്ത് എന്ത് ജീവിതമാർഗ്ഗമാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ടൊരു വീഡിയോ ഇടുന്നത്. അല്ലാതെ ഒരാളെ പറ്റിക്കാനും ചതിക്കാനും എല്ലാമെന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്കെ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.